ഞാൻ ഇന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ കണ്ടത് ഈ വീഡിയോ ആണ്. ഇത് ഏത് സ്കൂളാണെന്നോ എവിടെ നിന്നാണെന്നോ എനിക്കറിയില്ല. എന്നാലും ഈ കുട്ടികൾ സഹപാഠിയോട് ചെയ്യുന്ന ഈ കരുണ, അവർ എവിടെ നിന്ന് പഠിച്ചു? നിഷ്കളങ്കരായ കുട്ടികളാണ്. ആ കാലില്ലാത്ത അംഗവൈകല്യം സംഭവിച്ച കൂട്ടുകാരന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സഹപാഠികൾ. അവന് ഭക്ഷണം വായിലിട്ട് കൊടുക്കുന്നു, അതിനുശേഷം മുഖം കഴുകുന്നു, അവനെ കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ കുട്ടികൾ പഠിച്ച ആ കാരുണ്യമാണ് എല്ലാവർക്കും വേണ്ടത്. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നല്ല ജോലിയോ? ഒരിക്കലുമല്ല. നല്ല ജോലി ലഭിച്ചവർ ഇന്ന് നമുക്ക് വാർത്തകളിൽ കാണാം. ഉമ്മയെ കൊല്ലുന്ന മകൻ, സ്വന്തം ഭാര്യയെ ഡോക്ടറായ പിന്നൊരു ഡോക്ടറെ കൊല്ലുന്ന ഭാര്യ ഭർത്താക്കളും തമ്മിലുള്ള ആ ആക്രമണം നടത്തുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഇതാണോ അവർക്കുണ്ടാക്കി കൊടുത്തത്? ഒരിക്കലുമല്ല. വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് നല്ല സഹജീവി കരുണയും അതുപോലെ തന്നെ നല്ല സ്വഭാവക്കാരാകുക എന്നുള്ളതാണ്. ഉദ്യോഗവും ജോലിയും, ചിലപ്പോൾ ഡിഗ്രി എടുത്തവനക്ക് ജോലിയില്ല, അത് അവൻ്റെ ഈ ഭൗതികമായ വിഷയങ്ങളാണ്. പക്ഷേ അറിവ് കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ്. ഈ കുട്ടികളായതും അത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ജോലി എടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉപരി മനുഷ്യരാവുക എന്നുള്ളതാണ്. ഈ കുട്ടികൾ നല്ല മനുഷ്യരായി കരുണ കാണിക്കുന്ന നല്ല കുട്ടികളായി മാറി. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി നേരുന്നു. ഈ വീഡിയോ കൃത്യമായി കാണുക. ആ കുട്ടികൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അവന് നടക്കാൻ പറ്റാത്തത് കൊണ്ട്, സ്വന്തമായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അത് സഹായം ചെയ്യുന്ന ആ പിഞ്ചോമന മക്കൾ, ആ നിഷ്കളങ്കരായ കുട്ടികൾക്കായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.